ഹലോ, അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഈ ഒരു വേനൽക്കാലത്ത് ട്രൈ ചെയ്ത് നോക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി ഡ്രിങ്കിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. അപ്പോൾ ഈ ഒരു മാമ്പഴക്കാലത്ത് നമ്മുടെ കുട്ടികളുടെ ഫേവറേറ്റ് ഡ്രിങ്ക് ആയിട്ടുള്ള ഈ ഒരു ഐറ്റം ഇനി ക്യാഷ് കൊടുത്ത് കടയിൽ നിന്ന് വാങ്ങിക്കേണ്ട ആവശ്യമില്ല, വീട്ടിൽ തന്നെ നല്ല ഈസി ആയിട്ട് റെഡിയാക്കിയെടുക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ 3 പഴുത്ത നല്ല നാടൻ മാങ്ങ എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് അത്യാവശ്യത്തിന് നന്നായിട്ട് തന്നെ പഴുത്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ കൈ വെച്ച് നെക്കി നോക്കുന്ന ആ ഒരു സമയത്ത് തന്നെ ഞെങ്ങിപ്പോകുന്ന ഒരു രീതിയിൽ ഇത് പഴുപ്പ് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ നാടൻ മാങ്ങ കിട്ടുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് കടയിൽ നിന്ന് വാങ്ങിക്കുന്ന ആ ഒരു മാങ്ങ യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ നാടൻ മാങ്ങ വെച്ച് ചെയ്തെടുക്കുമ്പോഴാണ് കുറച്ചും കൂടെ നല്ല ടേസ്റ്റ് ആയിട്ട് കിട്ടുന്നത്. ഇനി നമ്മൾ ഈ ഒരു മാങ്ങയുടെ ഞെട്ടുഭാഗം നന്നായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അത്യാവശ്യം വട്ടത്തിൽ തന്നെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ആ ഒരു കറിയുടെ ടേസ്റ്റൊക്കെ ഒന്ന് പോയി കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ കുറച്ചധികം വട്ടത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ മാങ്ങ അത്യാവശ്യം കളറുള്ളതും അതുപോലെ തന്നെ നല്ല പഴുത്തതൊക്കെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു ഡ്രിങ്കിനും അത്യാവശ്യം കളർ ഉണ്ടാവും. നമ്മളിതിലേക്ക് വേറെ പ്രിസർവേറ്റീവ്സോ കളേഴ്സോ ഒന്നും ആഡ് ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ നല്ല നാടൻ ആ ഒരു രുചിയിൽ തന്നെയാണ് ഇത് കിട്ടുക. ഇനി ഈ മാങ്ങ നമുക്ക് ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഞാനൊരു അല്പം ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് ഓപ്ഷനിലാണ് കേട്ടോ, വേണമെങ്കിൽ മാത്രം ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇതിലേക്ക് ഇതൊന്ന് മുങ്ങിക്കിടക്കാൻ പാകത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് വേവിച്ചിട്ടെടുക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു 3/4 ഭാഗത്തോളാണ് ഇതിലേക്ക് വെള്ളം ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ മാങ്ങ നന്നായിട്ട് തന്നെ കഴുകി വൃത്തിയാക്കിയതിന് ശേഷമാണ് നമ്മളിതിൻ്റെ ഞെട്ടൊക്കെ കട്ട് ചെയ്തെടുക്കേണ്ടത്. ഇനി ഇതിനെ നമുക്ക് ഒരു വിസിലടിക്കുന്നത് വരെ വേവിച്ചിട്ടെടുക്കാം. അപ്പോൾ ഞാനിവിടെ ഈ ഒരു മാങ്ങ തൊലിയോട് കൂടെ തന്നെയാണ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ തൊലിയൊക്കെ കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കാൻ ഇഷ്ടമുള്ളവരാണെങ്കിൽ അങ്ങനെ ചേർത്ത് കൊടുത്താലും മതി കേട്ടോ. നമ്മളിത് വെന്ത് വരുന്ന സമയത്ത് നമുക്കിത് പെട്ടെന്ന് തൊലിയൊക്കെ കളഞ്ഞെടുക്കാൻ കിട്ടും. അതുകൊണ്ട് കുഴപ്പമില്ല, ഡയറക്റ്റ് ഇട്ട് കൊടുത്താലും മതി. അപ്പോൾ നമ്മുടെ മാങ്ങയൊക്കെ നന്നായിട്ട് തന്നെ വെന്തൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. ഇനി അതൊന്ന് ചൂടാറുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ആ ഒരു സമയം കൊണ്ട് നമുക്കിതിലേക്ക് കുറച്ച് ഷുഗർ സിറപ്പ് റെഡിയാക്കി എടുക്കാനുണ്ട്. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ 1 കപ്പ് പഞ്ചസാര ഒരു പാനിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് 1 കപ്പ് വെള്ളവും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ വെള്ളം കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് ചേർത്ത് കൊടുക്കാം കേട്ടോ, കുഴപ്പമില്ല. നമ്മുടെ ആ ഒരു ഡ്രിങ്കിന് അത്യാവശ്യം വെള്ളം വേണ്ടി വരും. അപ്പോൾ അത് നമ്മൾ ഈ ഒരു ഷുഗർ സിറപ്പായിട്ട് ചേർത്ത് കൊടുത്താലും മതി. അപ്പോൾ ഞാൻ ഈ ഒരു പഞ്ചസാര മെൽറ്റ് ആവാനുള്ള വെള്ളം മാത്രമാണ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ ഈ ഒരു പഞ്ചസാര ഫുള്ളായിട്ടൊന്ന് മെൽറ്റ് ആവണ വരെ മാത്രം നമ്മളിതിനെ ചൂടാക്കി എടുത്താൽ മതി. ഒരുപാട് തിക്കായിട്ട് വരുന്ന രീതിയിലോ അല്ലെങ്കിൽ തിളപ്പിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഈ ഒരു പഞ്ചസാര ഫുള്ളായിട്ടൊന്ന് മെൽറ്റ് ആയി കഴിഞ്ഞാൽ നമുക്കിതിൻ്റെ തീ ഓഫ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതും കംപ്ലീറ്റ് ആയിട്ടൊന്ന് ചൂടാറി വരട്ടെ. അപ്പോൾ അത് നമ്മുടെ മാങ്ങ ഫുള്ളായിട്ട് ചൂടാറി വന്നിട്ടുണ്ട്. ഇനി ഇതിൻ്റെ തൊലി മുഴുവനായിട്ടൊന്ന് ഒഴിവാക്കി കൊടുക്കാം. അപ്പോൾ കൈ വെച്ചിട്ട് ഇതുപോലെ എടുത്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ വിട്ടുപോരും. അപ്പോൾ നന്നായിട്ട് തന്നെ വെന്ത് വന്നതുകൊണ്ടാണ് ഈസി ആയിട്ട് നമുക്ക് തൊലി കളഞ്ഞെടുക്കാൻ പറ്റുന്നത്. അപ്പോൾ എല്ലാ മാങ്ങയും ഇതേ രീതിയിൽ തന്നെ ഞാനിവിടെ തൊലി കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി തൊലി കളഞ്ഞിട്ടാണ് നിങ്ങൾ മാങ്ങ വേവിച്ചെടുക്കുന്നതെങ്കിൽ ആ മാങ്ങ വേവിച്ചെടുത്തിട്ടുള്ള വെള്ളം കൂടെ നമുക്ക് ഈ ഒരു ഡ്രിങ്കിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിത് തൊലിയോട് കൂടെ തന്നെ ചേർത്ത് കൊടുത്തതുകൊണ്ട് നമ്മൾ നാടൻ മാങ്ങയാണല്ലോ, അപ്പോൾ നമ്മുടെ ഒരു വെള്ളത്തിന് ചെറിയൊരു കയ്പ്പ് ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ വെള്ളം എടുക്കാത്തത്. അപ്പോൾ മാങ്ങ ഫുള്ളായിട്ട് തൊലി കളഞ്ഞെടുത്തതിന് ശേഷം 1 ടീസ്പൂണോ കത്തിയൊക്കെ യൂസ് ചെയ്തിട്ട് നമുക്ക് മാങ്ങയുടെ പീസ് മുഴുവനായിട്ടും ഒന്ന് വേർപ്പെടുത്തിയെടുക്കാം. അപ്പോൾ മാങ്ങ നന്നായിട്ട് തന്നെ വെന്ത് വന്നതുകൊണ്ട് ഇതുപോലെ കത്തിയൊക്കെ വെച്ച് ചെയ്തെടുക്കണം എന്നില്ല. നമ്മൾ കൈ വെച്ചിട്ട് തന്നെ ഞെക്കിയെടുക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ വിട്ടുപോരും. അപ്പോൾ അതാ നമ്മുടെ 3 മാങ്ങയുടെ പൾപ്പ് ഞാൻ വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ മാങ്ങ വീട്ടിലുണ്ടെങ്കിൽ ഈസി ആയിട്ട് തന്നെ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ഡ്രിങ്കാണ്. അപ്പോൾ ഇപ്പോൾ മാമ്പഴ സീസൺ ആയതുകൊണ്ട് തന്നെ ഒരുവിധം എല്ലാവരുടെ വീട്ടിലും മാങ്ങ ഉണ്ടാവും. അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇനി ഈ ഒരു മാംഗോ പൾപ്പ് ഞാൻ മുഴുവനായിട്ടും ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇതിപ്പോൾ ഞാൻ നമ്മുടെ ഷുഗർ സിറപ്പ് ഫുള്ളായിട്ടൊന്ന് ചൂടാറി വരുന്ന ആ ഒരു സമയം ഞാൻ ഫ്രിഡ്ജിൽ വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നിങ്ങൾ ഷുഗർ സിറപ്പൊക്കെ ആദ്യം റെഡിയാക്കി വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഡയറക്റ്റായിട്ട് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഇത് മുഴുവനായിട്ടും മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുത്തതിന് ശേഷം അടുത്തതായിട്ട് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ഷുഗർ സിറപ്പാണ്. അപ്പോൾ അത് മുഴുവനായിട്ട് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ കൂടുതൽ മാങ്ങ വെച്ചിട്ടൊക്കെ റെഡിയാക്കി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഷുഗർ സിറപ്പിൻ്റെ അളവും കൂട്ടിയെടുക്കണം കേട്ടോ. അപ്പോൾ പഞ്ചസാര നിങ്ങൾ ചേർത്ത് കൊടുക്കുമ്പോൾ അതിനനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ഈ ഒരു 3 മാങ്ങയിലേക്ക് നമുക്ക് 1 കപ്പ് പഞ്ചസാര വെച്ചിട്ടുള്ള ഷുഗർ സിറപ്പ് കറക്റ്റാണ് കേട്ടോ. ഇനി മാങ്ങ ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം തിക്കായിട്ടാണ് ഉണ്ടാവുക. അപ്പോൾ ആദ്യം ഞാൻ ഇതൊന്ന് അടിച്ചെടുത്തതിന് ശേഷം ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളവും കൂടെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ തിളപ്പിച്ചാറിയ വെള്ളമാണ് കേട്ടോ ഞാൻ അതിലേക്ക് ഇപ്പോൾ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ കുറച്ചധികം ഉണ്ടാക്കിയിട്ട് നമ്മൾ ഫ്രിഡ്ജിലൊക്കെ സ്റ്റോർ ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ തിളപ്പിച്ചാറിയ വെള്ളം മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇതിനെ ഞാൻ ഒന്നും കൂടെ അടിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്ന വെള്ളത്തിൻ്റെ അളവൊക്കെ ഓരോരുത്തർക്കും എത്രത്തോളം കട്ടി വേണം നമ്മുടെ ഒരു ഡ്രിങ്ക് അതിനനുസരിച്ചൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ.
അപ്പോൾ വെള്ളവും കൂടെ ചേർത്ത് അടിച്ചെടുത്തതിന് ശേഷം ഞാൻ അരിപ്പയിലൂടെ അരിച്ചിട്ട് ജഗ്ഗിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ അരിച്ചിട്ട് വേണം നമ്മൾ എപ്പോഴും ഇത് ചേർത്ത് കൊടുക്കാൻ, കാരണം മാങ്ങയുടെ ആ ഒരു നാരുകളൊക്കെ നമ്മുടെ ഈ ഒരു ഡ്രിങ്ക്സിലുണ്ടാവും. അപ്പോൾ അതാ ഫുള്ളായിട്ട് ഞാനിവിടെ അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് നന്നായിട്ട് തന്നെ തണുപ്പിച്ചെടുത്തതിന് ശേഷം മാത്രമാണ് കേട്ടോ സെർവ് ചെയ്യേണ്ടത്. അപ്പോൾ നല്ല സിമ്പിളായിട്ടുള്ള നമ്മുടെ മാംഗോ ഫ്രൂട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ശരിക്കും നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന ആ ഒരു ഫ്രൂട്ടിയുടെ കറക്റ്റ് ടേസ്റ്റ് തന്നെ ഇതിന് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ എന്താ ഒരു മാങ്ങയുടെ ടേസ്റ്റാണ് നമ്മൾ ഫ്രൂട്ടിക്ക് ഉണ്ടാവുക, ആ ഒരു സെയിം ടേസ്റ്റിൽ തന്നെയാണ് നമ്മുടെ ഈ ഒരു ഫ്രൂട്ടി ഉള്ളത്. അപ്പോൾ ഈ ഒരു വേനൽക്കാലത്ത് നമ്മുടെ ഈ ഒരു മാങ്ങാ സീസണിലൊക്കെ എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഒരു പ്രിസർവേറ്റീവ്സും ആഡ് ചെയ്യാതെ പഞ്ചസാരയോ മാങ്ങയോ വീട്ടിലുണ്ടെങ്കിൽ ഈസി ആയിട്ട് നമുക്ക് ഫ്രൂട്ടി റെഡിയാക്കി എടുക്കാം.